ഫോൺ ഗണി വിവാദത്തിൽ മുൻമന്ത്രി എ.കെ. ശശീന്ദ്രനെതിരെ തിരുവനന്തപുരം CJM കോടതി സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പരാതിക്കാരി മൊഴിമാറ്റിയത്. ശശീന്ദ്രൻ ഫോണിൽ ശല്യം ചെയ്തെന്നും മന്ത്രിയായിരിക്കെ ഔദ്യോഗിക വസതിയിൽ വെച്ച് മോശമായി പെരുമാറിയെന്നുമായിരുന്നു ചാനൽ പ്രവർത്തകയുടെ ആദ്യ പരാതി. കോടതിയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു ശശീന്ദ്രനെതിരെ കോടതി കേസെടുത്തിരുന്നത്. എന്നാൽ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായ ചാനൽ പ്രവർത്തക ശശീന്ദ്രനെതിരെ പരാതിയില്ലെന്ന് മൊഴി നൽകി. ഫോണിൽ അശ്ലീലം പറഞ്ഞത് ആരെന്ന് തനിക്കറിയില്ല. ഔദ്യോഗിക വസതിയിൽ വെച്ച് മന്ത്രി മോശമായി പെരുമാറിയിട്ടില്ലെന്നും യുവതി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ശശീന്ദ്രനെതിരായ കേസിൽ പരാതി പിൻവലിക്കാൻ ഹൈക്കോടതിയിൽ നീക്കമുണ്ടെന്ന സൂചനയുണ്ടായിരുന്നെങ്കിലും പരാതിക്കാരി ഇത് നിഷേധിച്ചിരുന്നു. കേസിൽ ഈ മാസം 27-ന് CJM കോടതി വിധി പറയും. വിവാദത്തെ തുടർന്ന് 2017 മാർച്ചിലാണ് ഗതാഗത മന്ത്രിയായിരുന്ന എ.കെ. ശശീന്ദ്രൻ രാജിവെച്ചത്. കേസിലെ പുതിയ നീക്കം എ.കെ. ശശീന്ദ്രന്റെ മന്ത്രിസഭാ പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമാക്കും. അതേസമയം കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. അതൊന്നും ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ. കോടതി വിധി വരട്ടെ എന്നൊരു നിലപാടാണ് എനിക്കുള്ളത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.